സോ ഇതുപോലെ ഈ ഡസ്റ്റ് അലർജി ഒക്കെ ഉണ്ടല്ലോ, അതൊരു ആസ്മയിലേക്ക് നയിക്കുന്നു എന്നുള്ള ഒരു ധാരണയുണ്ട്. അത് ശരിയാണോ? എല്ലാത്തരം ഡസ്റ്റ് അലർജിയും ഒരുപോലെ ആസ്മയിലേക്ക് നയിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഒരു ആസ്മ ടെൻഡൻസി ഉള്ള ഒരു പേഷ്യൻറ്റിന് ട്രിഗറിങ് ഫാക്ടറായിട്ടത് വരാൻ സാധ്യതയുണ്ട്. ഈ ഹൗസ്മേറ്റ് എന്ന് പറയുന്ന പൊടിയുണ്ടല്ലോ, അതായത് നമ്മുടെ വീട്ടിനുള്ളിൽ നമുക്ക് ഇൻവിസിബിൾ ആയിട്ടുള്ള, പണ്ട് കാലത്ത് നമ്മൾ പറയും ഒരു വെയിലിനകത്ത് നമുക്ക് ചെറിയ കണങ്ങൾ പോലെ കാണുന്ന, അല്ലാതെ ഒരു പൊടിയായിട്ട് നമുക്കിപ്പോൾ നമ്മളിരിക്കുന്ന ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ നമുക്ക് ചിലപ്പം പൊടിയായിട്ട് വരത്തില്ല. പക്ഷേ ഒരു ലൈറ്റ് അടിക്കുന്ന സമയത്ത് ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു ടൈപ്പിലുള്ള ഒരു പൊടി വരുന്നു. ഇത് സെറ്റിൽ ചെയ്യും. ഇതിനകത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് മസ്റ്റായിട്ടും ബെഡ്ഷീറ്റ്, പില്ലോ കവറൊക്കെ നമ്മൾ കൃത്യമായ ഇടവേളകളിൽ ഏകദേശം ഒരു 4-5 ദിവസത്തെ ഗ്യാപ്പിൽ തന്നെ ആസ്മ രോഗികളുള്ള അല്ലെങ്കിൽ കുട്ടികൾക്ക് നിരന്തരം പനി വരുന്ന കേസുകളിൽ ഇത് ചെയ്യണം. എന്താ കാര്യം വെച്ചാൽ നമ്മൾ കമന്ന് കിടക്കുമ്പോഴോ ചരിഞ്ഞ് കിടക്കുമ്പോഴോ വളരെയധികം നമ്മുടെ പില്ലോയിൽ നിന്ന് പൊടി മൂക്കിലേക്ക് ഉള്ളിലേക്ക് കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ അലമാരിയുടെ മുകളിൽ നമ്മൾ പലപ്പോഴും നമുക്ക് ബാഹ്യമായി കാണുന്ന തറയിലുള്ള കാര്യങ്ങൾ ചെയ്യും. അലമാരിയുടെ മേശയുടെ അടിയിലോട്ടൊന്നും നമ്മൾ പോകാറില്ല. പക്ഷേ ഫാൻ ഇടുമ്പോൾ ഈ പൊടി റൊട്ടേറ്റ് ചെയ്യും നമ്മുടെ റൂമിൽ തന്നെ. ഇത് കുട്ടികളിൽ വളരെയധികം പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഇതൊക്കെ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്.